ഗുണ്ടാ സംഘങ്ങൾക്കും അക്രമികൾക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നതിനിടെ തിരുവനന്തപുരത്ത് യുവാവിന് നേരെ ആക്രമണം. പൂന്തുറയിലാണ് യുവ സംരംഭകനെ മുൻ ജീവനക്കാരനും സംഘവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാരനോട് മോശമായി പെരുമാറിയത് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനാണ് ആക്രമണമെന്നാണ് പരാതി. അതേസമയം പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്ന ആരോപണവുമായി മർദ്ദനത്തിന് ഇരയായവർ രംഗത്തെത്തി. പൂന്തുറയിൽ AC സർവീസ് സെന്റർ നടത്തുന്ന ഇർഷാദിന് നേരെയാണ് ഇതേ സ്ഥാപനത്തിലെ ജീവനക്കാരായിരുന്ന ഇബ്രാഹിമും സുഹൃത്തുക്കളും ചേർന്ന് ക്രൂരമായ ആക്രമണം നടത്തിയത്. ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാപനത്തിലെ മറ്റൊരു ജീവനക്കാരനോട് ഇബ്രാഹിം അപമര്യാദയായി പെരുമാറിയിരുന്നു. ഇതേ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. ഇതിൽ പ്രകോപിതനായ ഇബ്രാഹിം സുഹൃത്തുക്കളുമായി എത്തി ഇർഷാദിനെയും സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരെയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഫുൾ സെറ്റിൽമെന്റ് ചെയ്ത് ക്യാഷെല്ലാം സെറ്റിൽമെന്റ് ചെയ്ത് അവനെ പറഞ്ഞുവിട്ട സമയത്ത് അവൻ എന്നെ പറഞ്ഞുവിട്ടില്ല, നിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് 7-8 പയ്യന്മാരെയും വിളിച്ചുകൊണ്ട് നമ്മൾ ഓഫീസിൽ കൊണ്ടുവന്ന് അടിക്കുക. നല്ല മർദ്ദനം, ആയുധങ്ങൾ പോലത്തെ സാധനങ്ങൾ, കമ്പി പോലത്തെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് തലയ്ക്ക് നല്ല 2-3 സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുഖത്തൊക്കെ ഇട്ട് കല്ലൊക്കെ വെച്ച രീതിയിലൊക്കെയാണ് അവരെ അടിച്ചത്. നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്, എതിരായിട്ടും ഫോൺ കോളൊന്നും വന്നിട്ടില്ല. പൂന്തുറ പോലീസിന് പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രം പ്രതികൾക്കെതിരെ ചുമത്തി കേസ് ഒതുക്കി തീർക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് മർദ്ദനത്തിനിരയായവരുടെ ആക്ഷേപം. ഗുരുതരമായി പരുക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇർഷാദ് വള്ളക്കടവിലെ വീട്ടിൽ വിശ്രമത്തിലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.